ഒരു വനത്തിൽ ഒരു ഏരിയയിലുള്ള വനത്തിൽ ഇത്ര ആനയോ ഇത്ര പുലിയോ ഇത്ര മാനോ ഇത്ര കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീറ്റ തികയില്ല. അത് പിന്നെ തീറ്റ തേടി പുറത്തോട്ട് ഇറങ്ങുമല്ലോ. രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു മിക്ക ആഴ്ചയിൽ ഒരു 3-4 ദിവസം വരുന്നുണ്ട്. കർട്ടനൊന്ന് മാറ്റി നോക്കുമ്പോൾ ഇവിടെ ആന ഇവിടെ ഇതിൽ ഇങ്ങനെ കുത്തുകയാണ്, കുത്തിക്കൊണ്ടിരിക്കുക എഴുന്നേറ്റ് കാണുമ്പം. അപ്പോൾ ഈ പട്ടികൾ അതിനെ സമ്മതിക്കുകയല്ല, കുത്തിക്കുകയല്ല. അപ്പോൾ അതിന് ദേഷ്യം പിടിച്ചിട്ട് അങ്ങേ വശത്തോട്ട് പോയി. അവിടെ ഒരു മരത്തേലിട്ട് തല ദേഷ്യത്തിലായിരുന്നു. ഓയിലൊക്കെ പോയി, കണ്ണാടിയൊക്കെ പൊട്ടി. ഡീസൽ പോയതാ. ഡീസലും പോയി. കമ്പിയെല്ലാം വളഞ്ഞ് ചില ഭാഗത്തൊക്കെ വളഞ്ഞിട്ടുണ്ട്, രണ്ട് ഭാഗമൊക്കെ വളഞ്ഞല്ലേ. ഇപ്പം ആനയായിട്ടും കുരങ്ങായിട്ടും ഉള്ള പേരെടുത്ത് എന്തൊക്കെ പേര് ഓർമ്മ മനസ്സിൽ വരുന്നോ അതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സാധനമുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ പീടികപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം വന്യമൃഗ പ്രശ്നത്തിൽ ഇന്നത്തെ ഈ ഒരു പ്രദേശംകാരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാട്ടാന തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് ഒരു വീട്ടുമുറ്റത്ത് കിടന്ന ഒരു ജീപ്പ് കുത്തിമുറിച്ച ഒരു വാർത്തയൊക്കെ പത്രങ്ങളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ആ ഒരു സംഭവം നടന്ന വീട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പോകാനായിട്ട് പോകുന്നത്. അത് കണ്ടപ്പോഴാണ് നമുക്കിങ്ങനെ ഇത്രയും വിഷയമുള്ളൊരു പ്രദേശം ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായത്. ഈ ഒരു പീടികപ്പാറ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കക്കാടംപൊയിൽ വെള്ളച്ചാട്ടം, അതായത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കക്കാടംപൊയിലൊക്കെ വന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, നല്ല രസമാണ്. ഇവിടെ വെള്ളച്ചാട്ടവും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് രസമാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ സ്ഥിതി അത്ര സുഖകരമൊന്നുമല്ല. വന്യമൃഗങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുള്ളത്. ഏതായാലും എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഈ ചേട്ടൻ്റെ ജീപ്പാണ് കാട്ടാന കുത്തിമുറിച്ചത്. നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അബ്രഹാം ജോസഫ്. ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ്? ഈ പീടികപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ പീടികപ്പാറയിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പം തേനരുവി മരത്തോട് ഭാഗമാണ് ഇത്. അതല്ലേ. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വന്യമൃഗം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. ഇപ്പം ആനയായിട്ടും കുരങ്ങായിട്ടും ഉള്ള പേരെടുത്ത് എന്തൊക്കെ പേര് ഓർമ്മ മനസ്സിൽ വരുന്നോ അതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സാധനമുണ്ട്. കടുവയുണ്ടോ? പുലി കക്കടമ്പോ പൂവാറന്തോട് ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പൂവാറന്തോട്ടിൽ നിന്ന് പിന്നെ രാത്രി വെളുക്കുന്ന മുമ്പ് ഇവിടെ സാധനം എത്തും. ഒരു കാരണം ഫോറസ്റ്റിൽ കൂടെ വരികയാണെങ്കിൽ ഒരു 6 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. 6 കിലോമീറ്ററൊക്കെ പുലിക്ക് വലിയ ദൂരമൊന്നും അല്ലല്ലോ. ഈ പ്രദേശത്ത് ഇങ്ങനെ ജനവാസ മേഖലയല്ലേ? ഇതൊരു ജനവാസ മേഖല ആയിരുന്നു. ഇപ്പം ആണ്. പണ്ട് നിലവിലുള്ള അവസ്ഥയെക്കാട്ടും കൂടുതൽ ആൾക്കാർ നേരത്തെ ഒരു 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കവുങ്ങും കൊടിയും എല്ലാം പോയ ശേഷം പിള്ളേരെ പഠിപ്പിക്കാനും ഇതൊക്കെ ആയിട്ട് എല്ലാവരും താഴോട്ട് അങ്ങ് ഇറങ്ങി. പ്രശ്നം തന്നെയാണ് പ്രധാന ഒരു കാരണം അല്ലേ, ആളുകൾ താഴേക്ക് ഇറങ്ങാൻ കാരണം. മെയിൻ വിളവിൻ്റെ കാർഷിക വിളവിൻ്റെ വില ഇടിച്ചലും വന്യമൃഗശല്യവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ വീട്ടിലല്ലേ ആന? എൻ്റെ വീട്ടിൽ ആന വന്നിട്ട് എന്താ ശരിക്കും എന്ന് പറഞ്ഞാൽ രാത്രി 2 മണി, ഇപ്പോൾ രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു. മിക്ക ആഴ്ചയിൽ ഒരു 3-4 ദിവസം വരുന്നുണ്ട്. എല്ലാ ദിവസവും ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വരും? വീടിന് മുറ്റത്തല്ലെങ്കിലും നമ്മുടെ പറമ്പിൽ ഉണ്ടാവും. അപ്പം ഇപ്പം പറമ്പിലേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു പേടി. പകൽ സമയത്തും ഉണ്ടാവും? പകൽ സമയത്ത് ഇത് കുറേ പറമ്പ് പണിയെടുക്കാതെ കാട് വെട്ടിയിടാതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ആന ഇവിടെ കയറി നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ചില ദിവസങ്ങൾ വൈകുന്നേരം 4-5 മണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആന ഇപ്പം ഇറങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകാനും പേടിയാ. ഇപ്പോൾ ഒരാൾക്ക് പണിയുള്ളെങ്കിൽ 3 പേരെ പണിക്ക് നിർത്തേണ്ട അവസ്ഥയാണ്. കൂട്ടില്ലാതെ പോകാൻ പറ്റൂല. പണിയെടുക്കുന്ന ഒരാൾ പിന്നെ കാവലിന് 1-2 ആൾക്കാരെ വെക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ? ഇവിടുന്ന് വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇവിടെ 400 മീറ്റർ ആണല്ലേ. നമ്മൾ അത്യാവശ്യം കൂടരഞ്ഞി എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ 10-11 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഇവിടെ വരെ എത്തിയത് കേട്ടോ. അപ്പോൾ ഒരു മലമ്പ്രദേശമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വഴിയിൽ തന്നെ നമുക്കിതിൻ്റെ തുടക്കം തന്നെ കാണാം. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഇതൊരു നമ്മൾ എന്താ പറയുക മുഴുവൻ എവിടെ നോക്കിയാലും ഈ ഫെൻസിങ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഒരു മിനി ജുറാസിക് പാർക്ക് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
പണ്ടത്തെ കാലത്ത് ഒത്തിരി ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ്. ഇപ്പോൾ പക്ഷേ അതേ കാണാനില്ല കേട്ടോ. ചേട്ടനൊക്കെ ഇവിടെ എത്ര വർഷമായി താമസിക്കാൻ? എൻ്റെ ഗ്രാൻഡ് ഫാദർ 1967 വന്ന 1967 വന്ന. അപ്പം ഇപ്പം ഇവിടെ ഇനിയിപ്പോൾ അന്ന് എത്ര വീട്ടുകാരുണ്ടായിരുന്നു ഈ ഭാഗത്ത്? ഈ ഭാഗത്ത് നമ്മൾ ഈ നടക്കുന്ന വഴി മൊത്തം ഞങ്ങളുടെ ആയിരുന്നു. പിന്നെ വീതം തിരിഞ്ഞ് പോയതാ. ഈ റോഡൊക്കെ ഞങ്ങളുടെ ആയിരുന്നു. അപ്പം എൻ്റെ ആൻറ്റിമാരും അങ്കിൾമാരിൻ്റെ ഒക്കെ ആയിട്ട് വീതം തിരിഞ്ഞ് പോയതാ. പിന്നെ അവർ വിറ്റ സ്ഥലവും കൂടെ എല്ലാവരും ഇപ്പോൾ ഒത്തിരി പേര് ഒഴിവായിപ്പോയി. ഇപ്പൊ ഇനിയിപ്പോൾ എത്ര വീട്ടുകാർ ബാക്കിയുണ്ട്? ഇവിടെ ഒരു 8 വീട്ട് ഞങ്ങൾ കുടുംബക്കാർ 8-9 വീട്ടുകാരുണ്ട്. ഇനി ബാക്കിയുള്ളൂ. ഈ ഭാഗത്ത് പിന്നെ താഴോട്ട് പിടിപ്പറ അങ്ങാടിനോട്ട് കുറേ ഞങ്ങളുടെ അവിടെ ഒരു 10-80 വീട്ടുകാരുണ്ട്. പിന്നെ ഉള്ളത് ഇതുപോലെ ഇതൊക്കെ റിസോർട്ടായിരിക്കും. ഇത് റിസോർട്ടാണ്. കോമ്പൗണ്ട് കേട്ടോ. ഏതോ ഒരു പുതിയ റിസോർട്ട് വരുന്നത്. ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അല്ലേ? പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇതാ നോക്കിയാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും കേട്ടോ. അത് അവങ്ങൊക്കെ ഇങ്ങനെ മറിച്ചിടുന്നതായിരിക്കും അല്ലേ? റിസോർട്ടുകൾ കണ്ടവാനായില്ലേ? അപ്പോൾ ഇങ്ങോട്ടായി തുടങ്ങുന്നേ ഉള്ളൂ ആണല്ലേ? കാണുമ്പോൾ ഒരു ഭാഗത്തൊക്കെയോ അതിനൊരു എണ്ണം കൃത്യം അറിയില്ല, പക്ഷെ ഇഷ്ടംമാരി ഉണ്ട്. കണ്ടവാനുണ്ടല്ലേ? അവിടെയാ മറ്റേ പി വി അൻവറിൻ്റെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പി വി അൻവറിൻ്റെ പാർക്ക് അടഞ്ഞിരിക്കുകയാണ്. എന്നാലും റിസോർട്ടുകൾക്ക് കുറവൊന്നുമില്ല. റിസോർട്ടുകൾക്ക് കുറവൊന്നുമില്ല. എല്ലാ കൊല്ലം ഒരു ചുരുങ്ങിയത് ഒരു 5-6 വെച്ച് വരുന്നുണ്ട്. പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. പണി നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ റിസോർട്ടുകൾ തുടങ്ങിയതും നിങ്ങളുടെ ഈ ആനശല്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? റിസോർട്ട് വന്ന പ്രമാണിച്ച് അതിനായിട്ട് യാതൊരു ബന്ധമില്ല. ഒന്നാമത് കാട്ടിലെ തീറ്റ കുറഞ്ഞു, പിന്നെ അതിൻ്റെ എണ്ണം കൂടി. അപ്പം ഒരു കാടിന് ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. ഒരു വനത്തിൽ ഒരു ഏരിയയിലുള്ള വനത്തിൽ ഇത്ര ആനയോ ഇത്ര പുലിയോ ഇത്ര മാനയോ ഇത്ര കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീറ്റ തികയില്ല. അത് പിന്നെ തീറ്റ തേടി പുറത്തോട്ട് ഇറങ്ങുമല്ലോ. പിന്നെ കുറെ പണിയെടുക്കാത്ത കുറെ പറമ്പുകളുണ്ട്. അതാണ് മെയിൻ പ്രശ്നം അല്ലേ? അങ്ങോട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കും. പിന്നെ അവർക്ക് നടക്കാൻ ഒരു അത്ര ഏരിയ കിട്ടിയല്ലോ. ഫോറസ്റ്റ് ലിമിറ്റ് വിട്ടിട്ട് അതിന് ചേർന്ന് കിടക്കുന്ന പറമ്പുകൾ പണിതില്ലെങ്കിൽ അത്രയും ഏരിയ അവർക്ക് കിട്ടുക. പിന്നെ ഞങ്ങൾ കയറി പോവാൻ വേണ്ട. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 കിലോ ഒരു 400-500 മീറ്ററിൻ്റെയും അത്രയും സ്ക്വയർ ഏരിയ അവർക്ക് ഇനിയും കിട്ടുക. അപ്പം നമ്മൾ ടാർ റോഡ് ഇവിടുന്ന് കയറില്ല, അവിടം വരെ അവർക്ക് ഏരിയയായി. പിന്നെ ഈ അതിർത്തി വന്ന് അവർക്ക് നിന്നാൽ മതി. ആൾക്കാർ ഇറങ്ങുന്നതനുസരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോരും. ഇപ്പം നമ്മുടെ പണ്ടത്തെ ആ ചൊല്ലിനുണ്ടല്ലോ, പട പേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ അവിടെ പന്തം കൊളുത്തി പട ആ ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലേ? ഇവിടെ കണ്ടൊരു വീടാട്ടോ. വീട്ടിലൊക്കെ ഇപ്പോൾ പട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഹോം സ്റ്റേ ഒക്കെയാണ്. മിക്ക വീടുകളും അതുപോലെ ഹോം സ്റ്റേ ഒക്കെ ആക്കി മാറ്റിയിരിക്കട്ടോ. ആ കാണുന്ന ആ സ്ഥലമൊക്കെ ആ ഷെഡ് കാണുന്നത് മലപ്പുറം ജില്ല ഉറങ്ങാട്ടിരി പഞ്ചായത്താണ്. ഇത് 2 ജില്ല വരുന്നത്. ഇവിടെ ഇത് ശരിക്കും ഇത് കോഴിക്കോട് ജില്ല, ഇത് കോഴിക്കോട് മലപ്പുറം ജില്ല ബൗണ്ടറിയാണ്. രണ്ടും കൂടെ അല്ലേ? അപ്പോൾ 2 പഞ്ചായത്ത് 3 പഞ്ചായത്ത് 2 ജില്ല 2 ഫോറസ്റ്റ് റേഞ്ചും അങ്ങനെ വരുന്നത്. അപ്പം ഫോറസ്റ്റ് റേഞ്ച് ഏതാ? ഒന്ന് താമരശ്ശേരി, ഒന്ന് ഇടവണ്ണയും. നോർത്ത് ഡിവിഷൻ, നിലമ്പൂർ നോർത്ത് ഡിവിഷന്. ഓക്കെ. എല്ലായിടത്തും കമ്പിയൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലവും നല്ല കൃഷി മേഖലകളായിരുന്നു. പക്ഷേ എല്ലാവരും ഒഴിവായി പോയി. ഇപ്പം ഏകദേശം ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. ഈ പ്രദേശത്ത് കുറേ തെങ്ങുണ്ടായിരുന്നായിരിക്കും അല്ലേ? ഇപ്പം ഫുള്ള് എല്ലാം തീർന്നല്ലേ? തെങ്ങും കവുങ്ങും ഒക്കെ കാലിയായില്ലേ? സ്ഥലം പറമ്പൊന്ന് പറമ്പൊക്കെ കാലിയായി. എന്ത് ധൈര്യത്തിലാണ് പോയി. ഇനി നിങ്ങൾക്കൊക്കെ ഇപ്പം എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ? എൻ്റെ ഗ്രാൻഡ് ഫാദർ വന്ന ഒരു 300 ഏക്കർ സ്ഥലമോളം മേടിച്ചതാണ്. 300 ഏക്കർ, അതായത് 1966-67 കാലഘട്ടത്തിൽ. പിന്നെ നാഷണലൈസേഷൻ ഓഫ് ഫോറസ്റ്റ് വന്നപ്പോഴേക്കും നമുക്ക് ഫോറസ്റ്റുകാർ വന്ന് അക്വയർ ചെയ്തു. അപ്പം 100 ഏക്കറോളം നമുക്ക് കേസ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണമല്ലോ. അപ്പം അതിൻ്റെ ഇത് 100 ഏക്കർ ഫോറസ്റ്റ് അക്വയർ ആയിപ്പോയി. ഇതൊന്നും ഇല്ലായിരുന്നു, ആധാരം ഉണ്ടായിരുന്നു. പിന്നെ റീപ്ലാന്റ് അത് കഴിഞ്ഞിട്ട് ഇത് പണ്ട് ഓടച്ചാർത്തും അങ്ങനത്തെ ഇതൊക്കെ ലീസിന് നെൽമഞ്ചേരി കോയിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. പിന്നെ മലബാർ പ്രോവിൻസിൽ അന്ന് മലബാർ പ്രോവിൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഈ മലബാറിൽ ഇൻഡിവിജ്വൽസിന് പ്രൈവറ്റ് ഫോറസ്റ്റ് വെക്കായിരുന്നു. അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. അപ്പം
അത് നാഷണലൈസേഷൻ ഓഫ് ഫോറസ്റ്റ് വന്നപ്പോഴേക്കും പ്രൈവറ്റ് ഫോറസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് പോയി. അപ്പോൾ അത് പ്രൈവറ്റ് ഫോറസ്റ്റായിട്ട് മേടിച്ചത് നമ്മൾ എക്സാമിറ്റഡ് കാറ്റഗറി അത്ര അതിൻ്റെ ആക്ട് 100 ഏക്കർ നിങ്ങൾക്ക് പോയി. പിന്നെ 50 ഏക്കർ ഇപ്പോഴും 50 കൊല്ലമായിട്ട് കേസ് കളിച്ചുകൊണ്ടിരിക്കുക. 50 കൊല്ലമായിട്ടോ? 50 കൊല്ലം 1972 മുതൽ. എന്നിട്ട് അതെന്താ ഇപ്പം സുപ്രീം കോടതിയിലാണ്. അപ്പം അവർക്ക് 50 കൊല്ലമായിട്ട് അതിനൊരു വിധി പോലും വന്നില്ല. വിധി വന്നു, പാർഷ്യലായിട്ട് വിധി വന്നു, ഞങ്ങൾക്കെതിരെ അത് തള്ളിപ്പോയി. പിന്നെ ഇപ്പം നിലവിൽ 40 ഏക്കേഴ്സ് നമുക്ക് തരണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം 10 ഏക്കേഴ്സ് ഏതാന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഇതിങ്ങനെ ഇപ്പം നിലവിൽ സുപ്രീം കോടതിയിലാണ് വിധി. എപ്പം പറയും എങ്ങനെ പറയുമെന്ന് ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻക്രോച്ച് അല്ല, നിങ്ങൾ മേടിച്ച തന്നെയല്ലേ? ഞങ്ങൾ മേടിച്ചതാണ്. അതിനുള്ള നമ്മൾ പ്രോപ്പറായിട്ട് ലീഗലായിട്ട് രജിസ്ട്രേഷൻ ലാൻഡ് ഡീഡും ഡോക്യുമെൻറ്റും എല്ലാം ഉണ്ട്. ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. എന്നിട്ട് 100 പോയില്ലേ? 100 പോയി. 100 ഏക്കറൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പോഴത്തെ കാലത്ത് നല്ല കുന്നും മുകളിലാട്ടോ ഈ ഒരു പ്രദേശമുള്ള ഈ പോകുന്ന വഴിയൊക്കെ. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെയായിരുന്നു അല്ലേ? ഈ സ്ഥലം ഇപ്പുറത്ത് ഇതൊക്കെ അമ്മായിമാരുടെ, ഇത് ഇപ്പുറത്തെ അമ്മായിൻ്റെ സ്ഥലം. അത് ജാതിയൊക്കെ കാണുന്ന അമ്മാവൻ്റെ സ്ഥലം. ഈ ഇതിൻ്റെ ഫെൻസിങ് നിങ്ങൾ തന്നെ കൊടുക്കുന്നേ? ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന കറണ്ട് അല്ലേ? ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് അവർക്ക് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി കൂടെ ഇടാൻ പറ്റുന്ന നിയമവശമുള്ളൂ. അല്ലെങ്കിൽ പഞ്ചായത്തും ഫോറസ്റ്റും കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇപ്പം അവർ ഈ പ്രശ്നമൊക്കെ ഇത്രയും രൂക്ഷമായപ്പോൾ അവർ ഇപ്പം എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. പക്ഷേ ഇത് എന്നിട്ട് തീരും എന്നാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സർക്കാരിന് അപ്രൂവൽ വരണം, ഫണ്ട് വരണം, പിന്നെ ആളെ കിട്ടി ഇത് ചെയ്തു വരണം. അതത്ര ഏകദേശം വാർദ്ധക്യമാവുമായിരിക്കും. അത് ഒന്നും പറയാൻ പറ്റില്ല. മലപ്പുറം ജില്ലയിൽ ഇത് ഇട്ട് വരുന്നു, മുക്കാലായി. ഒരു സെക്ഷന് എടുക്കാൻ ആളില്ല. അതിൻ്റെ അവർ പറയുന്ന അതിന് ട്രാൻസ്പോർട്ടേഷൻ റോഡ് സൗകര്യം ഇല്ല, ആളെ കിട്ടാനില്ല, ടെൻഡർ എടുക്കാൻ ആൾക്ക് അത് മുതലാവില്ല. കാരണം ഫോറസ്റ്റുകാർ ഗവൺമെൻറ്റിൻ്റെ റേറ്റിനെ ടെൻഡർ കൊടുക്കുകയുള്ളൂ. അപ്പം എടുക്കുന്ന കോൺട്രാക്ടേഴ്സിന് എന്തെങ്കിലും മുതലാവണ്ടേ ഇത് ലേബറൊക്കെ? തീർച്ചയായിട്ടും. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആനപ്പിണ്ട റോട്ടിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇവിടെയും നമ്മൾ സ്ഥിരം കാണാറുള്ള പോലെ തന്നെ ചക്കക്കുരുവാണ് ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് കേട്ടോ. ഈ പറമ്പിലും ചക്കയുണ്ടോ? ഇതാ പ്ലാവല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആനയ്ക്ക് സൗകര്യം അല്ലേ എല്ലാം കൊണ്ടും? എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് മഴക്കാലമാകുമ്പോഴാണ് ചക്കയാവുന്നത്. അപ്പോഴേക്കും കയറി ഇടാനും പറ്റൂല, തെന്നലാവുമല്ലോ മരത്തേൽ. അതെ. ഇവിടെ അടുത്തൊരു തോട് ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഈ തോട കോഴിക്കോട് മലപ്പുറം അതിർത്തിയാ? അതിർത്തിയാ. അപ്പുറത്തും പറമ്പ് തന്നെയാ? അപ്പുറത്തും റവന്യൂ ആണല്ലേ? നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഈ ചേട്ടൻ്റെ വീട്. ഒരു കിടിലം വീടാട്ടോ. നല്ല രസമുണ്ട് ഈ വീട് കാണാനായിട്ട്. പണ്ട് കാലത്തെ വീടാന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഒരു ലുക്ക്. ഈ ഒരു ജീപ്പാണ് ആന തകർത്തത്. ഈ ജീപ്പല്ലേ ഏട്ടാ? ഈ ജീപ്പാ മറിച്ച്. ഏത് ഭാഗത്തായിട്ടാ കുത്തുകൊണ്ടേ? ഇവിടെയാ? ഇവിടെ കുത്തുകൊണ്ട് ഇവിടെ കിട്ടാഞ്ഞിട്ട് ഇവിടെ ഇതുണ്ടോ വിളഞ്ഞിരിക്കുന്നുണ്ടോ? എന്നിട്ട് തള്ളി അപ്പുറത്തോട്ട് നെറ്റ് കൊണ്ട് തന്നെ തള്ളിയിടുക അല്ലേ? പിന്നെ ഓയിലൊക്കെ പോയി. കണ്ണാടിയൊക്കെ പൊട്ടി. ജീപ്പ് കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതിൻ്റെ ഡീസൽ പോയതാ? ഓയിൽ പോയതാ. ഓയിലല്ലേ? ഡീസലും പോയി. മുകളിലത്തെ ഹുഡും മുകളിലത്തെ അതല്ലേ അതും പോയി. ഹുഡും പോയി. അവിടെ ഈ കമ്പിയെല്ലാം വളഞ്ഞ് ചില ഭാഗത്തൊക്കെ വളഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗമൊക്കെ വളഞ്ഞല്ലേ? ഈ വീട് എത്ര വർഷം പഴക്കമുണ്ട്? 1970 ഉണ്ടാക്കിയതാ. ഇത് നിങ്ങൾ തന്നെ? ഞങ്ങൾ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയതാ. അല്ലേ?
ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റൈൽ പാറ്റാണല്ലേ? കല്ലും ഇത് കളിമണ്ണ, സിമെന്റ് അല്ല കളിമണ്ണ. ഓഹോ. ഇടയ്ക്ക് പിന്നെ മെയിൻ്റനൻസ് പാച്ച് വർക്കൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്തായിരിക്കും അല്ലേ? ആ സിമെന്റ് ചെയ്തത് ഞങ്ങൾ രണ്ടാമതൊന്ന് മെയിൻ്റനൻസ് ചെയ്തിട്ട്. അടിപൊളി. വീട്ടിലെ അമ്മ കേട്ടോ. പേരെങ്ങനെയാ? ആനി ജോസഫ്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചേ? ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിൽ ഈ പട്ടികളുടെ പൈതം കുര കേട്ട് ഇവിടെ ഈ ജനലിൻ്റെ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ കർട്ടനൊന്ന് മാറ്റി നോക്കുമ്പോൾ ഇവിടെ ആന ഇവിടെ ഇതേൽ ഇങ്ങനെ കുത്തുകയാണ്. കുത്തിക്കൊണ്ടിരിക്കുക എഴുന്നേറ്റ് കാണുമ്പം. അപ്പോൾ ഈ പട്ടികൾ അതിനെ സമ്മതിക്കുകയല്ല, കുത്തിക്കുകയല്ല. അതുങ്ങളെ അരച്ച് കാലിൻ്റെ ഇട വരെ പോയി. അപ്പോൾ അതിന് ദേഷ്യം പിടിച്ചിട്ട് അങ്ങേ വശത്തോട്ട് പോയി. അവിടെ ഒരു മരത്തേലിട്ട് തല ദേഷ്യത്തിലായിരുന്നു കുത്തി. എന്നിട്ട് അതും മറിച്ചിടാൻ പറ്റാഞ്ഞിട്ട് അങ്ങ് താഴെ ആ പ്ലാവിൻ്റെ ചോട്ടിൽ പോയി. അവിടെ പോയി ആ കയ്യാലയെല്ലാം മറിച്ചിട്ട് അവിടെ ഉള്ള ചക്കയൊക്കെ, ബാക്കിയുള്ള ചക്ക നാളും ഒന്ന് വന്ന് കുറേ ചക്ക തിന്നു. ബാക്കിയുള്ള ചക്കയും മറിച്ചിട്ടിട്ട് അതിലെ അങ്ങ് ആ മറ്റേ കുന്നേലോട്ടൊക്കെ പോയി വയറൊക്കെ ഫുള്ളാക്കി 4:45, 6 അപ്പം നമ്മളൊക്കെ ഉറങ്ങി. നമ്മൾ ഇനിയും വരികയല്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും 5 മണി ഇങ്ങോട്ട് തന്നെ പിന്നെ വന്നു. ഇങ്ങ് പോയാൽ റിട്ടേൺ പോയാൽ തിരിച്ചു വന്ന് ഇത് മറിച്ചിട്ടിട്ട് അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്, പകുതിയാക്കിയ ജോലി മുഴുവിപ്പിക്കണം എന്ന്. അതിവിടെ വന്ന് മറിച്ചിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് ഓടി. 2ാമത് വന്നിട്ടാ മറിച്ചേ? 4:05 ഞങ്ങളെ എഴുന്നേറ്റു. അപ്പോഴേക്കും അത് മറിച്ചിട്ട് അങ്ങോട്ട് അതൊക്കെ തട്ടി താഴെയിട്ട് ഷീറ്റിന്റെ അതിലെ അങ്ങോട്ട് മേലെ കയറി അങ്ങ് ഓടി. ഈ റോഡല്ല, ഈ കുറുക്കിന് അതിലെ കയറി പോയി. എന്താ അതിന് വല്ലാത്ത ഇടപാടായിരുന്നല്ലേ? ഇതിലെ അങ്ങ് കേറി ആ പുകപ്പര ആ ഒരു അതിലെ അങ്ങ് കേറി പോവുക ചെയ്യുന്നത്. പിറ്റേ ദിവസം അതിലെ ഇറങ്ങി വരുന്നേ. പിറ്റേ ദിവസം വന്നായിരുന്നു. പിന്നെ ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് അവര് ഇങ്ങോട്ട് പിന്നെ കയറിയില്ല. അവര് അങ്ങോട്ട് അതിലെ അങ്ങോട്ട് പോയി ആ കുന്നുമേലെ. എന്നിട്ട് അവര് പിന്നെ കയറി പോകുന്ന അങ്ങേ കുന്നേലോട്ടാ. അവർക്ക് ഇങ്ങോട്ട് കയറി പിന്നെ ആ മറ്റേ മലപ്പുറം ജില്ലയിലോട്ടാ പോകുന്നത്. ഒരുപക്ഷെ അവിടെ ഉണ്ടാവുമല്ലേ ആന ആ പറമ്പിലൊക്കെ? ഇന്നലെ അങ്ങനെ വന്നില്ല. ഇനി അങ്ങോട്ടെങ്ങാനും ആ ഭാഗത്തോട്ടായിരിക്കും പോയത് ഇന്നലെ. പക്ഷെ എല്ലാ ദിവസവും ഒരുവിധപ്പെട്ട എവിടെയെങ്കിലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. TV തുറന്നാൽ ഈ എവിടെയെങ്കിലും മുറ്റത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് അതിന് പണ്ടൊക്കെ മുറ്റത്തിറങ്ങി വരികയല്ലായിരുന്നു. ഇപ്പം ഇവിടെ ലൈറ്റിട്ടാൽ വരികയല്ലെന്നൊക്കെ പറയുന്നത് വെറുതെ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിട്ടും എല്ലാം അവിടെയും വരുന്നുണ്ട്. ഇനി പടക്കമൊക്കെ പൊട്ടിച്ചാലും അതിന് പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിന്റെ ഓർമ്മ ശക്തിയാണെങ്കിലും അപരാധ ഓർത്ത് വന്നിരിക്കും പോണം. ചേച്ചി പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വീട്ടിൽ ഇവിടെ വന്നിട്ട് തള്ളി വെച്ച് നോക്കി, എന്നിട്ട് പട്ടികളെ സമ്മതിക്കില്ലായിരുന്നു, പുറകിലോട്ട് പോയി. അപ്പൊ അത് എന്റെ ഓർമ്മയില് പിന്നെ പോയി വയറൊക്കെ നിറച്ച് വന്ന് വൈകുന്നേരം വന്നപ്പോ അത് ഫുള്ളാക്കി പണി എടുത്തത്. ആ ദേഷ്യം കണ്ട വേറെ ഒരു കാര്യവും ഇല്ലായിരുന്നു, ഫുള്ളായി വയറ്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് രാത്രിക്ക് ഈ വഴിയെ വന്ന് കാട്ടാന ജീപ്പ് തള്ളിമറിക്കാനായിട്ട് നോക്കി. അപ്പോൾ പട്ടി കുറച്ചുകൊണ്ട് ഒഴിവാക്കിയിട്ട് പോയി. ഇതേപോലെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി അവിടെ ഈ ഒരു പറമ്പിൽ ഇവിടെ ഒരു മരത്തിലൊക്കെ കുത്തിയതിന് ശേഷം നേരെ ഈ ഒരു വഴിക്ക് ഇതിലെ നേരെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി തൊട്ട് താഴെയുള്ള പറമ്പിലെ പ്ലാവും ചക്കയൊക്കെ തിന്നതുണ്ടോ, അതൊക്കെ തിന്ന് പുള്ളി വയറൊക്കെ നിറച്ച് നേരം വെളുക്കാറായപ്പോൾ, അതായത് 5 മണി സമയമായപ്പോൾ ഈ ഒരു വഴിക്ക് പിന്നെയും കയറി വന്ന് അതേ വീടിൻ്റെ മുറ്റത്തേക്ക് പിന്നെയും വന്ന്
ആ കിടന്ന് ആദ്യം തള്ളി മറിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന അതേ ജീപ്പ് രണ്ടാമത് മറിച്ച് ഇട്ടിട്ടാണ് പുള്ളി പോയത്. അതാണ് ആ ചേച്ചി ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഈ പട്ടിയും പിന്നെ വേറൊരു പട്ടിയുണ്ട്. ഇവർ കുറയ്ക്കുന്ന കേട്ടിട്ടാണ് ആന അത്രയും വയലൻ്റായത് എന്നാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. നല്ല ധൈര്യക്കാരാന്ന് തോന്നുന്നല്ലേ? ഇത് പേടിയൊന്നുമില്ല, മുള്ളനൊക്കെ കയറി പിടിക്കും. ആണല്ലേ? വന്നിനെ. ഓ അടിപൊളി. മൊത്തം കുത്തി കയറൂലേ? അതൊക്കെ ആയിട്ടാണല്ലോ വലിച്ചോണ്ട് വരുന്നത്. മൊത്തൊക്കെ കുത്തി അങ്ങനെ തന്നെയാണ് അതിനെ വലിച്ചോണ്ട് നല്ല കാഴ്ചയായിരിക്കുമല്ലോ എൻ്റെ അമ്മ. പാവം. ഈ മോത്ത പാടൊക്കെ അതാണോ? മോത്ത പാടതൊക്കെയാ. ഓ നേരത്തൊക്കെ തളച്ച് കയറി യുദ്ധമല്ലേ? യുദ്ധമാ. നാടൻ പട്ടിയുടെ ഒരു പവർ കേട്ടോ. സാധാ പട്ടിയാണെങ്കിൽ ഇത്ര ഇതൊന്നും ഉണ്ടായില്ല. നാടൻ പട്ടിയാണെങ്കിൽ എന്നാ പണി വേണേൽ എടുത്തോളൂ. ശകലം ചോറ് കൊടുത്താൽ മതി. എന്നിട്ട് ചോറും ഉള്ളത് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒരു എല്ലും കഷ്ണം കൊടുത്താൽ മതി. ഒരു പരിഭവം ഇല്ല. ഒരു പരിഭവം ഇല്ല. പക്ഷെ രാവിലെ സമയമാകുമ്പോഴേക്കും വന്ന് മേത്ത് ചാടി ഭക്ഷണം താന്ന് പറയും. ആണല്ലേ? സമയമാകുമ്പോഴേക്കും ഓട്ടി വന്ന്. അല്ല ഇനി വലിയ വിശപ്പ്. ഭയങ്കര സ്നേഹം. ഇവിടെ പിന്നെ അടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തെണ്ടി തിന്നാനും പറ്റില്ല. തെണ്ടി തിന്നാനും പറ്റില്ല. പക്ഷെ അത് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ തെണ്ടിപ്പട്ടിയാവും. ടൗണിലെ ഇവിടെ അങ്ങനെ വേറെ സമ്പർക്കം വരാൻ വേറെ പട്ടികളും ഇല്ലല്ലേ? പട്ടികളടുത്ത് പട്ടികളുണ്ട്. പിന്നെ അതിനെല്ലാം പോവും അല്ലേ? പിന്നെ പൂച്ചയുണ്ട്. ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ കാണിച്ച പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്കിവിടെ ഈ ഒരു പ്രദേശത്തൊക്കെ നിറയെ ജീപ്പിൽ നിന്നൊഴികെ ഓയിലും അതുപോലെ തന്നെ ഡീസലും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. മലയോര പ്രദേശമായതുകൊണ്ട് എല്ലാ വീട്ടിലും തന്നെ ഒരു ജീപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആനയൊക്കെ വരുമ്പോഴേ ഈ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചാൽ അവർ ഇത്രയും മുകളിലേക്കൊക്കെ കയറി വരുമോ? ഫോറസ്റ്റുകാർ കയറി വരും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റേഞ്ച് വിട്ട് അവർക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. റേഞ്ച് വിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അവരുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 റേഞ്ച് ആവുള്ളൂ. ഒന്ന് റേഞ്ചും 2 റേഞ്ചാണ്. 2 ജില്ല 2 റേഞ്ചാണ്. അപ്പം മറ്റേ നേരത്തെ പറഞ്ഞ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ, എടവണ്ണയും താമരശ്ശേരിയും. അപ്പം ഇവിടുത്തെ സെക്ഷൻ മലപ്പുറം ജില്ലയിലെ കൊടുമ്പുഴയാണ് ഫോറസ്റ്റ് സെക്ഷൻ വരുന്നത്. അപ്പം മലപ്പുറം ജില്ലയിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ആള് വരണം. താമരശ്ശേരിക്കാർക്ക് അങ്ങോട്ട് പരിധിയില്ലല്ലോ, കയറി ഓടിക്കാനുള്ള ഇതില്ലല്ലോ, റൈറ്റ്സ് ഇല്ലല്ലോ. ഈ ആന ഈ തൊട്ടപ്പുറം ഈ പുഴയുടെ അപ്പുറം അടുത്ത റേഞ്ചാ മലപ്പുറം ജില്ല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് അവരുടെ റേഞ്ചാ. പിന്നെ കുറെ കാലം കൂടിയിട്ട് ഇന്നലെ രണ്ടുപേരും കമ്പൈൻഡ് ആയിരുന്നു, ഒരുമിച്ച് വന്നു. വാർത്തയൊക്കെ ആയ ശേഷം പിന്നെ അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഒരാൾ വരുമ്പം മറ്റേയാൾക്ക് സൗകര്യമില്ല. അപ്പം ഇവിടെ RRT വരികയാണെങ്കിൽ കൂടെ നമുക്ക് കുറ്റ്യാടി ഭാഗത്തു നിന്ന് RRT അവിടെ നിന്നാണ് വരേണ്ടത്. താമരശ്ശേരി റേഞ്ചിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയാണോ അവിടുന്ന് വരണം. പിന്നെ ഒരു RRTയും താമരശ്ശേരി റേഞ്ചിന് ഒരു RRTയേ ഉള്ളൂ. ഇപ്പം പുതിയതായിട്ട് തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പം തുടങ്ങുന്നതാണ് അടുത്ത ചോദ്യം. അതായത് ഇത് ഒരു റേഞ്ചിൻ്റെ പരിധി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആ പരിപാടി കഴിഞ്ഞ് അവർക്ക് ഉത്തരവ് അത്രേ ചെയ്യാനുള്ളൂ. മുകളിൽ നിന്നുള്ള ഉത്തരവ് വരണമല്ലോ. പിന്നെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചായിട്ട് ഫോറസ്റ്റ് ഇല്ല, ബിറ്റായിട്ടേ ഉള്ളൂ. ഇവിടെ 50 ഏക്കർ ആണെങ്കിൽ മറ്റേ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു 10 ഏക്കർ, പിന്നെ ഒരു 5 ഏക്കർ, 1 ഏക്കർ. അപ്പം ഈ ബിറ്റ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ ഫുൾ റവന്യൂ ലാൻഡിൻ്റെ ഫുൾ ചുറ്റിലും ബിറ്റായിട്ട് ആ ഫോറസ്റ്റ് കിടക്കുന്നത് കോഴിക്കോട് ഈ കക്കാടംപൊയിൽ ഏരിയയിൽ. നിലമ്പൂർ ഭാഗത്തൊക്കെ അല്ല, നിലമ്പൂർ ഭാഗത്ത് ഒറ്റ സ്ട്രെച്ചാ. നമ്മൾ അപ്പുറത്തോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ മലമുകളിൽ ആ പുൽമേടൊക്കെ പോലെ കാണുന്നത് അവിടെയൊക്കെ താമസമുണ്ട്. അവിടെയൊക്കെ അതൊക്കെ ഫോറസ്റ്റാ, ആ പുൽമേടൊക്കെ. എന്നിട്ട് ആ തെളിഞ്ഞ മണ്ടയിൽ തെളിഞ്ഞ് കിടക്കുന്നത് അവിടെ ഫോറസ്റ്റാ. അപ്പം അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചായിട്ടാണ് കിടക്കുന്നത്. അത് മലപ്പുറം. അപ്പം അത് മലപ്പുറം ജില്ലയിൽ സ്ട്രെച്ചായിട്ട് കിടപ്പുണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോഴാണ് ഈ ബിറ്റായിട്ട് കിടക്കുന്നത്. അപ്പം ആ ബിറ്റ് ഫോറസ്റ്റിൽ കയറിയാലും ഇവർ ഫോറസ്റ്റുകാരൊന്നും ചെയ്യില്ല.
കാരണം അവരുടെ ഇത് പറയുന്നത് ഫോറസ്റ്റിലോട്ട് കയറ്റി വിടാനേ പറയുന്നുള്ളൂ. ഈ 1 ഏക്കർ വെള്ളത്തിൽ കയറ്റിയാലും കഴിഞ്ഞു. കഴിഞ്ഞു. ഓ, പിന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം എന്താ സംസാരിച്ചോ? നഷ്ടപരിഹാരത്തിന് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ, PWDയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ വരണം. ഓക്കെ. എന്നിട്ട് പുള്ളി വാലുവേഷൻ ചെയ്തിട്ടേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓഹോ. അപ്പം മിനിയാന്ന് കൊടുത്തിട്ട് പിന്നെ ഹർത്താലും സ്ട്രൈക്കും പണിമുടക്കും ബസ് സമരമായിട്ട് 2 ദിവസം പോയി. പിന്നെ ഇന്നലെ ഒരു ദിവസം വർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേയും നാളെ സൺഡേ ആണല്ലോ. ഇതാണ് ഒരാൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഹോൾഡ് അവധിയും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ ഈ വണ്ടി ഉള്ളത്. പിന്നെ പറമ്പിലേക്ക് കാലിത്തീറ്റ വളം സാധനം കൊണ്ട് കൊടുക്കണം. വണ്ടി ഇപ്പം ഇത് താമസിക്കും തോറും എനിക്ക് വേറെ വണ്ടി വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം പറിച്ച് തിന്നിട്ടുണ്ട്. ഇതൊക്കെ ആന ചവിട്ടി ഇറങ്ങിപ്പോയതാട്ടോ. ഇതിലിങ്ങനെ താഴേക്ക് പോയി കാണും അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് കക്കാടംപൊയിൽ തേനരുവി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. നമ്മൾ ഈ ഒരു സ്ഥലം തുടക്കം മുതൽ, അതായത് താഴേന്ന് നടന്ന് തുടങ്ങുന്നിടം മുതൽ ഞാൻ കാണിച്ചാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു പ്രദേശത്തെ ഒരു അവസ്ഥ കേട്ടോ. മലയോര മേഖലയിലുള്ള മിക്ക സ്ഥലങ്ങളിലെയും ആളുകളുടെ ഒരവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൗണും മറ്റ് അരീക്കോടും ഒക്കെ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കക്കാടംപൊയിൽ വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ സകലവിധ വന്യജീവികളും ഇപ്പോൾ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവശേഷിക്കുന്ന കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. നമ്മളിപ്പോൾ കണ്ടതാണ്, ആ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പാണ് ഇതുപോലെ കുത്തിമറിച്ചത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതൊക്കെ വാർത്തയാവുന്നുള്ളൂ. അല്ലാതെ ഇവരെന്ന് പറയുന്ന പോലെ ദിവസം എന്ന് പറയുന്ന പോലെ ഇവിടെ ആനയെ നേരിടുന്ന ആളുകളാണ്. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഇതൊരു വാർത്തയായത് പോലും. അപ്പോൾ ഇതൊക്കെയാണ് മലയോര മേഖലയിലുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേട്ടോ. അതായത് ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.